ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണ് ബിയുടെ പേര്. ബിയുടെ പേര് സെറ്റപ്പ് ചെയ്തത് ഓൾറെഡി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാം ഫസ്റ്റ്. അപ്പൊ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്നാലും നമുക്ക് ഒരു ലോഗിൻ പേജിൽ യൂസറിനെയും പാസ്വേഡ് നമുക്ക് അറിയത്തില്ല. പക്ഷേ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ യൂസറിനെയും പാസ്വേഡ് കണ്ടുപിടിക്കുന്ന ഒരു ആ ഒരു വൾനറബിൾ ആയ പ്രോസസ്സിനാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ സ്ട്രോങ് ആയിരിക്കണം, വീക്ക് ആകരുത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇപ്പൊ അഡ്മിൻ, നമുക്കറിയാം ഇതിന്റെ പാസ്വേഡ് അഡ്മിനും പാസ്വേഡ് ആണ്. അപ്പൊ അതിന് പകരം നമ്മൾ ജസ്റ്റ് അറിയത്തില്ല. അപ്പൊ ഏതെങ്കിലും ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പൊ ലോഗിൻ കാണിക്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താ കാണിക്കുന്ന നോക്കാം. അപ്പൊ അതിന് യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ കറക്റ്റ് ഇൻകറക്റ്റ് ആണ് എന്തെങ്കിലും. ഓക്കെ, അത് പറയുന്നു. ഇനി നമുക്ക് ശരിക്കും ഇങ്ങനെ കണ്ടുപിടിച്ച് നോക്കാം. നമുക്കത് അറിയത്തില്ല. അപ്പൊ അതിനൊരു ഉപയോഗിക്കുന്നതാണ് ഞാൻ ബോബ്ഷൂട്ട് എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. സോ ഇപ്പൊ ഫസ്റ്റ് ഇതിന്റെ പ്രോക്സി ഓൺ ആക്കാം. ഞാൻ പ്രോക്സി ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഇന്റർസെപ്റ്റ് ഓൺ ആക്കാം. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഏതെങ്കിലും നമുക്ക് വിൻഡോസിൽ ഇവിടെ ഏതെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും അഡ്മിൻ പാസ്വേഡ് എന്തെങ്കിലും അടിച്ചു നോക്കാം. അപ്പൊ ഇവിടെ ലോഗിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ റിക്വസ്റ്റ് ഇവിടെ വരുന്നത് കാണാൻ പറ്റും. ഇവിടെ ഫുൾ സ്ക്രീൻ. എന്നിട്ട് ഇതിന്റെ ഇൻട്രൂഡിൽ എഴുതുമ്പോൾ നോക്കാം, നമുക്ക് ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഇതിൽ നമുക്ക് ഇനി അറ്റാക്ക് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ജസ്റ്റ് എല്ലാം കൊടുത്ത് ക്ലിയർ കൊടുക്കാം. എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ആയെങ്കിലും ഒക്കെ ഈ യൂസർ നെയിം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ആഡ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് പാസ്വേഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്താ നമ്മൾ ഏതാണ് അറ്റാക്ക് ചെയ്യേണ്ട പൊസിഷൻ കാണിച്ചു കൊടുക്കും. ഇനി നമ്മൾ സ്നൈപ്പർ അറ്റാക്ക് അല്ല, നമ്മൾ ക്ലസ്റ്റർ ബോംബ് അറ്റാക്ക് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ യൂആർഎൽ നമുക്ക് ഇവിടെ എന്താ പേലോഡ്സ് കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് യൂസർ നെയിമിന്റെയും പാസ്വേഡിന്റെ പേലോഡിന്റെ ഇവിടെ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് ഒന്നെങ്കിൽ എന്താ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഒരു 5-6 നമുക്ക് കഴിഞ്ഞിട്ട് രണ്ടെങ്കിലും യൂസർ നെയിം മെൻഷൻ എടുക്കാം. അതായത് ഇപ്പൊ അഡ്മിൻ നോർമൽ കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള യൂസർ നെയിം എടുത്തു കൊടുക്കുക. അല്ലെങ്കിൽ യൂസർ നെയിം എങ്കിൽ എന്തെങ്കിലും ഒരു പേര് അങ്ങനെ എന്തെങ്കിലും കൊടുത്തു നോക്കാം. അപ്പൊ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലോഡ് ചെയ്യാം. അപ്പൊ ലോഡ് ക്ലിക്ക് ചെയ്താൽ വേർഡ് സ്റ്റോപ്പ് ആണ് ഡയറക്റ്റ്ലി. ഇല്ലെങ്കിൽ ഈ സ്ലാഷ് വെക്കുക. നമ്മൾ റൂട്ടിൽ പോവാ, റൂട്ടിൽ പോയിട്ട് യൂസറിലേക്ക് പോവാ. യൂസറിൽ പോയിട്ട് നമ്മൾ ഷെയർ എടുക്കുക. അപ്പൊ നമുക്ക് വേർഡ് ലിസ്റ്റ് ഉണ്ടാവില്ല, വേർഡ് ലിസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പൊ വേർഡ് ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നമ്മുടെ ഫുൾ വേർഡ് ലിസ്റ്റ് ഉണ്ട്, റോക്യൂ എൻ മാപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇതിൽ ചെറുതുണ്ടെങ്കിൽ റോക്യൂ ഇത് കുറെ ഉണ്ട്, എന്നാൽ ഞാൻ കാണിച്ചു തരാം. റോക്യൂ ഇവിടെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ ഉണ്ടോ ഫുൾ പാസ്വേഡ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് യൂസർ നെയിം പാസ്വേഡ്. അതുകൊണ്ടാണ് വീക്കായ പാസ്വേഡ് യൂസർ നെയിം നമ്മൾ ഉപയോഗിക്കരുത് അറിയുന്നത്. കാരണം ഇപ്പൊ ഇതിലുണ്ടോ 123 ABC 123. ഇപ്പൊ ഇതിന്റെ നമുക്ക് ബോക്സ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ഇത് കുറച്ച് നല്ല സമയം എടുക്കും ഫുൾ ലോഡ് ചെയ്ത് വരാൻ. പാസ്വേഡ് യൂസർ നെയിം നോക്കുമ്പോൾ ഫുൾ വേർഡ് ഇസ് ഓൾമോസ്റ്റ് 40 ലാക്ക് സംതിങ് ഉണ്ട്. അപ്പൊ നമുക്കിത് ഫുൾ ക്ലിയർ ചെയ്യും. നമുക്ക് നേരത്തെ കൊടുത്തപ്പോൾ ഈസി ആയിട്ട് അഡ്മിൻ കൊടുക്കുക, ക്യാപിറ്റൽ ലെറ്റർ അഡ്മിൻ കൊടുക്കുക, പിന്നെ യൂസർ നെയിം ഇത് ക്യാപ്ചറാണ് യൂസർ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പിന്നെ അവരുടെ പേരുണ്ടാവാം, പിന്നെ നമ്പേഴ്സ് ഉണ്ടാവാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു. പിന്നെ ഒരു സ്പേസ് ക്ലിയർ ആക്കി വിട്ടിട്ടുണ്ട്. ഒക്കെ ചെയ്തു. ഇത് യൂസർ നെയിമിന് കൊടുത്തു. പാസ്വേഡിന് സെയിം കാര്യം തന്നെ കൊടുക്കാണ്. നോർമലി ഉണ്ടാവാൻ ചാൻസ് ഉള്ള പാസ്വേഡ്സ് എന്തൊക്കെയാണ്? 123 456 ABC 123. ഇവരുടെ പേരെന്റെ പാസ്വേഡ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കാം. ഇനി നമുക്ക് എന്താ പറയുക, അറ്റാക്ക് സ്റ്റാർട്ട് അറ്റാക്ക് എന്ന് കൊടുക്കാം. അറ്റാക്ക് നടക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ അറ്റാക്ക് നടക്കുന്നത് കാണാം.
ഓൾമോസ്റ്റ് എത്ര കംപ്ലീറ്റ് ആയില്ല. ഇപ്പൊ 48 നമുക്ക് ഇതിൽ നോക്കാം. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് കാര്യം പാസ്വേഡ്, ഇതിന്റെ സ്റ്റാറ്റസ് കോഡ് 33 കാണുന്നുണ്ട്. ആൻഡ് അതർ അഡ്മിൻ പാസ്വേഡ് 4 കാണുന്നുണ്ട്. പിന്നെ റെസ്പോൺസ് റിസീവ് ആണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നോക്കുമ്പോൾ 5435 നമുക്ക് ലെങ്ത് കാണാം. നമുക്ക് ഇതിങ്ങനെ ഉറപ്പിക്കുക, ഏതാണെന്ന് ഉറപ്പിക്കുക വെച്ചാൽ ഫസ്റ്റ് ഏതെങ്കിലും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ റെസ്പോൺസ് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ആയതിന്റെ ലോഗിൻ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതെടുത്ത പേരിനോട് സ്ക്വയറും പാസ്വേഡും ആണിത്. അപ്പോൾ അതിന്റെ റെസ്പോൺസ് എന്താ? അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് ഇൻകറക്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാണുക. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റാറ്റസ് കോഡ് 300, റെസ്പോൺസ് 33 ഉണ്ട്. അതിൽ ക്ലിക്ക് ആക്കി നോക്കാം. റെസ്പോൺസ് പോവാ, രണ്ടര പോവാ. ഓക്കെ, സോ വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് പൊട്ടത്തേക്ക്. അപ്പൊ എന്താ നമ്മളെ അങ്ങനെ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. യൂസർ നെയിം പാസ്വേഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കോമൺ എന്താ ചെയ്യാം? ആ ഒരു പാസ്വേഡും ഇതവിടെ അടിച്ചു കൊടുക്കാൻ നമുക്ക് ലോഗിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് അറ്റാക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താക്കാം? പ്രോക്സി ഓഫ് ആക്കാം. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പ്രോക്സി ഓഫ് ആക്കിയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഓൾറെഡി കിട്ടിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ബ്രൂട്ട് ഫോഴ്സ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.